അപ്പോ ആരും ഒന്നും അറിയണ്ട അല്ലേ മോളെ? വേണ്ട അച്ഛാ. നിത്യമോളുടെ ഒരു ചെറിയ ചലനം പോലും, ഒരു ചെറിയ പ്രോഗ്രസ് പോലും തൽക്കാലം ആരും അറിയാതിരിക്കുന്നത് നല്ലത്. വേറൊന്നും കൊണ്ടല്ല. അച്ഛൻ തന്നെ അന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അമ്മയോട് പറഞ്ഞാൽ ശരത്തറിയും. നിത്യമോളെ അന്ന് ആരാണ് ആക്രമിച്ചതെന്നും ആൾതാമസമില്ലാത്ത ആ ഫ്ലാറ്റിൽ അന്ന് നടന്നത് എന്താണെന്നും വ്യക്തമായി അറിയാവുന്ന ആളാണ് ശരത്ത്. നിത്യമോളുടെ നാവ് അനങ്ങിയാൽ അവൻ പിന്നെ തീർന്നു. അതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് അവന്റെ നെറ്റിയിലെ ആ മുറിവ്. അപ്പൊ ഇങ്ങനെ പോട്ടെ, തിരിച്ചടിക്കാൻ കരുത്തോടെ എന്റെ മോള് വരട്ടെ. ചിത്താർത്ഥൻ എന്നാ പറഞ്ഞിട്ട് പോയി മനോഗുണ? ഉണ്ടേച്ച് കേറിക്കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അമ്മയ്ക്കിപ്പൊ എന്നെ അറിയണ്ടേ? അല്ല, അവന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് വീണ്ടും ഇവിടേക്കുള്ള വരവ് പോക്ക് എന്തിനാ? കഷ്ടകാലത്തിന് എന്റെ മകന്റെ ഹൃദയം കൊടുത്തു പോയില്ലേ പാർവതി. ഞാൻ വായ പൊത്തി നിക്കാം. അല്ല മനോഹര, അതല്ല, ഇല്ലാത്ത ബന്ധത്തിന്റെ പേരും പറഞ്ഞേ ആ ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് റൗണ്ട് അടിച്ചു പോയാൽ നാട്ടുകാരെന്തോ പറയും? നാട്ടുകാർക്ക് എന്തും പറയാം.